2022 അവർക്ക് ഇവർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി ആ കേസ് എടുത്തില്ല. അങ്ങനെയാണ് ഹൈക്കോടതി ഉത്തരവ് അത് സാധുവാക്കിയത്. അതിനുശേഷമാണ് എക്സിക്യൂഷൻ പെറ്റീഷൻ വരുന്നത്. ഈ സമയത്തൊന്നും സർക്കാർ ഈ കേസിൽ കക്ഷികളല്ല. കാരണം ഇതിലൊരു സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള തർക്കം മാത്രമായിരുന്നു ആ കേസിൽ. ഞാൻ 2021 MLA ആയതിനു ശേഷം 22 വിധി വന്ന് ഇവർ ഈ പ്രശ്നം പറയുമ്പോഴാണ് സർക്കാർ ഈ കേസിൽ കക്ഷിയല്ല എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഹൈക്കോടതിയുടെ മറ്റൊരു ഉത്തരവുണ്ട്, ഈ 19 ഏക്കർ അളക്കണമെന്നുള്ളൊരു ഉത്തരവ്. ഇതിനോടൊപ്പം തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കളക്ടറായിരുന്ന ശ്രീ ഉമേഷ് ഈ 19 ഏക്കർ അളക്കാൻ വേണ്ടി ഗവൺമെന്റിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി അളക്കാൻ തീരുമാനിച്ചു. ആ 19 ഏക്കറിലുള്ള മുഴുവൻ ആളുകൾക്കും നോട്ടീസ് കൊടുത്തു. എന്തുകൊണ്ടാണ് 19 ഏക്കറും കയ്യേറിയിരിക്കുന്ന മറ്റു ആളുകളുടെ ഇടയിലേക്ക് ഈ വിഷയങ്ങളൊന്നും എത്താത്തത്? ഈ 2.5 ഏക്കറിൽ വരുന്ന SC കുടുംബങ്ങൾ, ദളിത് കുടുംബങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ കുടിയൊഴിപ്പിക്കുന്ന വിഷയം വരുന്നത്. അപ്പോൾ ഈ 19 ഏക്കറിലുള്ള ആളുകളുടെ അടുത്ത് മുഴുവൻ നോട്ടീസ് കിട്ടി അവരുടെ കയ്യിലുള്ള രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരാൾ പോലും, ഇൻക്ലൂഡിങ് ഈ ശങ്കരൻ നായർ പോലും രേഖകൾ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ആ നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2.5 ഏക്കർ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് ഇതിൽ കേസിൽ കക്ഷിയാകണമെങ്കിൽ ഈ നോട്ടീസ് സെർവ് ചെയ്ത് ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമാണ് ഗവൺമെന്റിന് ഒഫീഷ്യലി ഇതിൽ കക്ഷി ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, ഇവിടുത്തെ MLA ജയിച്ചു കയറി. പക്ഷെ അദ്ദേഹം ഇന്ന് ഇവിടെ വരേണ്ടതായിരുന്നു. കാരണം ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം ജയിച്ചു കയറിയതും ഇപ്പം നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി അദ്ദേഹം ഇന്ന് ഇവിടെ വന്ന് ഇത് നിർവഹിച്ച് ഈ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ ചേരുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഗൗരവമായിട്ട് ഇപ്പോൾ നേരത്തെ സഖാവ് സതീഷ് സൂചിപ്പിച്ച പോലെ ഈ സമരത്തിൽ പാർട്ടി എന്നുള്ളവർക്ക് CPM എന്നും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു.